Hi children, welcome to my channel LKL Star Maths Class. ഇന്ന് നമ്മൾ CBSEയിലെ Arithmetic Progression 5th chapter ആണ്. അതിലെ exercise 5.1ലുള്ള 4th one കേട്ടോ. ഫസ്റ്റ്, then second, third and fourth. ഈ ഫോർത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. Which of the following are APs? If they form an AP, find the common difference B and റൈറ്റ് 3 more ടേംസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ കുറേ ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. മുന്നത്തെ വീഡിയോകളൊക്കെ എല്ലാ കുട്ടികളും കാണുക. സോ ഇതിലൊന്നുകൂടി അത് പറയുകയാണ് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. എന്താണ്? 0.2, 0.22, 0.222, 0.2222 ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേം ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നാൽ നമ്മൾ ഫസ്റ്റ് ടേമിന് എന്താ പറയുക? A1 എന്ന് പറയും. A1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ഇത് ഒന്നാമത്തെ നമ്പറാണെന്നുള്ള. ദെൻ A2, A3, A4. അപ്പോൾ മനസ്സിലായില്ലേ? ഇത് സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ ആൻഡ് ഫോർത്ത് നമ്പർ. അപ്പോൾ അതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് A1, A2, A3, A4. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് കാണേണ്ടത് എന്താണ്? D ആണ് കാണേണ്ടത്. സോ D കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A2 മൈനസ് A1, അതുപോലെ A3 മൈനസ് A2, ഇവിടെയോ A4 മൈനസ് A3. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എല്ലാത്തിനും ഒരു സെയിം ആൻസർ. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതുപോലെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഈ രണ്ട് ആൻസർ അല്ലെങ്കിൽ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അങ്ങനെ ഈ 3 ആൻസറുകളും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അതല്ല, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണെങ്കിൽ അത് കോമൺ ഡിഫറൻസ് അല്ല. സോ ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു വാട്ട്? AP-യിൽ ഇത് ഉള്ള ഒരു ഇതല്ല. അപ്പോൾ അങ്ങനെ സെയിം ആൻസർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റൈറ്റ് 3 more ടേംസ്. കണ്ടോ? ഇതിൽ 4 ടേംസ് അല്ലേ തന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു 3 ടേമും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എൻ്റെ ആൻസർ വരിക. കണ്ടോ? 6th question കേട്ടോ. 0.2, 0.22, 0.222, then 0.2222, then continues. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ? A2 മൈനസ് A1. ഇതാരാണ്? A2. ഇത് A1. സോ 0.22 മൈനസ് 0.2 നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 0.02 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇത് സബ്ട്രാക്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോളുക കേട്ടോ. 0.22 ഇത് സെക്കൻഡ് ടേമാണ്, ഇത് ഫസ്റ്റ് ടേമാണ്. സോ 0.22 മൈനസ് 0.2 എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ ഇത് എന്താണ്? 2 തന്നെ വരും. ഇവിടെ ഇടാൻ പാടുള്ളൂ കേട്ടോ. 2 ഈ 2 കൊണ്ട് ഇവിടെ ഇട്ടാൽ തെറ്റും. ചില കുട്ടികൾ 2 കൂടി ഇപ്പറേ കൊണ്ടിടും. അപ്പോൾ അത് തെറ്റാണ്. ഈ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒരുമിച്ച് തന്നെ വരണം. സോ ഇവിടെ 2 മൈനസ് 2 0, തന്നെ ഇവിടെ 0. അങ്ങനെയാണ് നമുക്ക് 0.02 എന്ന് കിട്ടിയത്. ഇനി എങ്ങനെയാണ്? ഇതാ A3 എന്ന് പറയുന്നത് ആരാ? A3 എന്ന് പറയുന്നത് 0.222 ആണ്. മൈനസ് കണ്ടോ? A3 മൈനസ് A2 0.22. ഇതും ഇതുപോലെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെയാണോ സബ്ട്രാക്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അതേ രീതിയിൽ ഒരു സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.002 ആയിരിക്കും കിട്ടുക. ഇത് നോക്കിയാൽ ആദ്യത്തെ രണ്ടിൻ്റെയും ഡിഫറൻസ് ചെയ്തപ്പോൾ 2 ഡിഫറെൻറ്റ് ആൻസേഴ്സ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ എന്തില്ല? കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു AP ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹിയർ A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2. സോ the list of given numbers does not form an AP. അപ്പോൾ ഇതിൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.